നമ്മളിന്ന് പറയാൻ പോകുന്നത് ഞാൻ ഡെയിലി എണീറ്റ് കഴിഞ്ഞാൽ രാവിലെ മുതൽ രാത്രി വരെ ഞാൻ എന്ത് ചെയ്യുമെന്നാണ് പറയുന്നത്. ഡെയിലി 4:30 ആകുമ്പോൾ ഞാൻ എണീക്കും. 4:30 എണീറ്റിട്ട് ഭയങ്കര ഇരുടായിരിക്കും. അപ്പോൾ ഇവിടെ ടോർച്ച് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് കുറേ റബ്ബർ വെച്ചിട്ടുണ്ട്. അപ്പൊ രാവിലെ ഇങ്ങനെ കെട്ടിയിട്ട് ഞാൻ ഫുള്ള് റബ്ബർ വെട്ടാൻ പോവും. എന്നിട്ട് അതിന്റെ പാലൊക്കെ എടുത്തുകൊണ്ട് ഷീറ്റ് അടിക്കും. ഒറയൊഴിച്ച് എന്നിട്ട് വേണം ഒറയെന്ന് വെച്ചിട്ട് ഷീറ്റ് അടിക്കാൻ പോകും. എന്നിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് ഒരു 6 മണിയാവും. അമ്മേനെ കുറെ വിളിക്കും. പക്ഷെ അമ്മ ആ സമയം അമ്മ 7 മണി എഴുതിയാവും എണീക്കാൻ ഉറപ്പ്. എന്നിട്ട് അമ്മ ചോറും കറി ഉണ്ടാക്കി സ്കൂളിൽ പോകും. ഞാനാ പറയണ്ടേ. എന്നിട്ട് അമ്മ ഞാൻ 6:30 ആകുമ്പോഴത്തേക്ക് അച്ഛനെ വിളിക്കും. അച്ഛ എണീക്ക് എന്ന് പറയൂ. എന്നിട്ട് അച്ഛന് ഞാൻ രാവിലെ തന്നെ പോയിട്ട് കാപ്പി ഇട്ട് കൊണ്ട് കൊടുക്കും. സത്യം ഇതെല്ലാം എനക്കും ഭയങ്കര ഇല്ല, ഞാൻ റബ്ബർ വെട്ടിയിട്ട് ഞാൻ 4:30 എണീറ്റ് റബ്ബർ വിട്ടല്ലോ. 6 മണിയാകുമ്പോൾ ഞാൻ എണീറ്റ് അച്ഛന് കാപ്പി കൊണ്ട് കൊടുക്കും. പിന്നെ ന്യൂസ് പേപ്പർ അങ്ങ് ഒരു 1.5 കിലോമീറ്റർ അപ്പുറത്താ പേപ്പർ വരും. അപ്പൊ ഞാൻ നടന്നു പോയിട്ട് ന്യൂസ് പേപ്പർ എടുത്തിട്ട് വരും. എന്നിട്ട് അച്ഛനെ കൊണ്ട് കൊടുക്കും. അതിനുശേഷം ഇവിടെ മിക്സി ഒക്കെ ചിലപ്പോ കംപ്ലൈന്റ് ഒരു ദിവസം 10 കിട്ടലുണ്ട്. 5 നനക്കും തരണേ. എന്നിട്ട് രാത്രി ഞാന് ഉഴുന്നും അരിയൊക്കെ പുതിർത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ആട്ടുകല്ലില് ആട്ടും ഞാൻ ആട്ടും. എന്നിട്ട് 6:30 ആകുമ്പോഴത്തേക്ക് ദോശ ഉണ്ടാക്കും. ദോശ ഉണ്ടാക്കിട്ട് എന്നിട്ടാണ് ഈ അമ്മേനെ വിളിക്കുക. ദോശയും എന്നിട്ട് രാവിലെ ആയി കഴിഞ്ഞ് ദോശ ഇട്ടിട്ട് അമ്മേന്റെ ലഞ്ച് ബോക്സിൽ ചോറ്, ഒരു 2 കറിയും 3 വറവും ഉണ്ടാവും. 3 വറവും 2 കറിയും. രാവിലെ തന്നെ മീൻ വരുന്നോണ്ട് മീനും മുറിക്കാറുണ്ട്. ഡെയിലി മീൻ മുറിച്ചിട്ട് മീൻ കറിയാക്കും, മീൻ പൊരിക്കുമല്ലേ. 320 മത്തിക്ക് അതറിയാം. മീൻ കറിയും പൊരിച്ചതും അതായത് 2 കറി. മീൻ കറി ഉണ്ട്, പച്ചക്കറി എന്തെങ്കിലും ഉണ്ടാവും. പിന്നെ 3 പച്ചക്കറി മീൻ കറി. പിന്നെ നമുക്ക് പായസം വേണമെന്ന് പറഞ്ഞാൽ ഞാനങ്ങ് പായസം വെച്ചു. പിന്നെ മീൻ പൊരിച്ചോ അത്രക്ക് ഇഷ്ടം. അതെന്തല്ല 3 വറവ്. ഡെയിലി ഡിഫറെന്റ് 3 വറവുണ്ടല്ലോ. ഡിഫറെന്റ് വറവ്. ഓരോ ദിവസം ഓരോന്ന്. ഓ അങ്ങനെ ഒരു ദിവസം 3 വറവ്. അങ്ങനെ ചിലപ്പോ ചില ദിവസങ്ങളിൽ ഉണ്ടാവാറുണ്ട്. എന്നിട്ട് അത് കഴിഞ്ഞ് പിന്നെന്താ ഞാൻ വൈകുന്നേരം ഞാനും ജോലിക്ക് പോന്നല്ലേ. ഞാൻ അമ്പാനീന്റെ മോളാ. ഒരു ദിവസം 3 വറവ്. ഞാൻ ജോലിക്ക് പോയി വന്നു കഴിഞ്ഞിട്ട് ലേറ്റ് ആവും വരാൻ. 6 മണിയാവുമെങ്കിലും ഇവിടെ മൊത്തം വലിയ മിറ്റല്ലേ, മിറ്റം മൊത്തം അടിക്കണല്ലോ. മിറ്റം മൊത്തം അടിക്കും. പിന്നെ വീട് മൊത്തം തുടക്കും. ഡെയിലി തുടക്കും. എന്താ അല്ലെങ്കിൽ ഡെയിലി വീട് തുടച്ച് അസ്വസ്ഥതയാണ്. എന്നിട്ട് ഡെയിലി അടച്ച് എന്തോ പോലെ നമുക്ക് ചവിട്ടുമ്പോ കാലിലിങ്ങനെ കരിമിരി ഡെയിലി അടിച്ചു വാരി ഡെയിലി തുടക്കും. പിന്നെ ഈ ജനലിന്റെ മുകളിലൊക്കെ കമ്പിയിലൊക്കെ പൊടി കെട്ടി ഡെയിലി അതെല്ലാം. അത് ഏട്ടനെ ഞാൻ വിളിക്കും. മുകളിൽ ഏട്ടൻ ഉണ്ടെന്നാണെങ്കിൽ ഏട്ടനെ വിളിച്ചിട്ട് ഏട്ടന് ചായ എല്ലാം എടുത്ത് ഞാൻ മുകളിൽ തന്നെ കൊണ്ട് കൊടുക്കാം. പിന്നെ ഏട്ടന് പുറത്തടിക്കും വേണമെന്നുണ്ടെങ്കിൽ പാന്റ് ഷർട്ടൊക്കെ ഇസ്തിരി നല്ല വടി പോലെ ഇസ്തിരി ഇട്ടിട്ട് കൊടുക്കും. പിന്നെ ചെരുപ്പൊക്കെ എനിക്ക് എല്ലാവരും ഇങ്ങനെ മണ്ണ് പിടിച്ച ചെരുപ്പ് കാണുമ്പോൾ എന്തോ പോലെ എല്ലാവരുടെ ചെരുപ്പ് തേച്ച് കഴുകി അവിടെ ഉണക്കി കൊടുക്കും. അല്ലേ വാഷിംഗ് മെഷീൻ അല്ല ഡ്രയർ വെച്ചിട്ട് ഉണക്കി കൊടുക്കും. ഇങ്ങനെ വൈകുന്നേരമായി അടിച്ചുവരി കഴിഞ്ഞു. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് അടുത്ത് നോക്കാൻ വേണ്ടി ഒന്ന് ഇരുന്നിട്ട് ഒരു ഹിന്ദി സീരിയൽ കാണും. അല്ലേ അമ്മേ? അല്ലേ, ഒരു ഹിന്ദി സീരിയൽ കാണാം. എന്നിട്ട് ഞാൻ 9 മണിയാകുമ്പോൾ ഞാൻ ഫുഡ് കഴിച്ച് ഞാൻ കാണാം. എനിക്ക് ഇത്രയേ ഉള്ളൂ. അല്ലേ അമ്മേ? അടിപൊളി മോളെ. എന്റെ മോക്ക് വട്ടൊന്നുമില്ലല്ലോ. ബോധം കിട്ടും. സനബോധം കിട്ടും. സനബോധം കിട്ടി. അയ്യോ ഇത് കേൾക്കാൻ കഴിയേ. ഇപ്പം
പന അങ്ങോട്ട് ബോധം കെട്ടുന്നില്ല. തള്ളു കേട്ട് രണ്ടാള് രണ്ട് സൈഡിൽ കിടന്ന് ഉറങ്ങിപ്പോയി. ബോധം പോയി. തല്ലുകെട്ട് ബോധം പോയത് ഇപ്പോഴാണ് അറിഞ്ഞത്.